എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും രതീഷിനെ ടാർഗറ്റ് ചെയ്യണത് എന്നോട് ചോദിക്കുന്നത്? ബിക്കോസ് രതീഷായിട്ട് എന്നെ ഒന്ന് പോയിന്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഞാൻ വിചാരിക്കും രതീഷിനെ പറ്റി സംസാരിക്കുന്നത്, പക്ഷെ ഓരോ പ്രാവശ്യം കണ്ണിൽ ഒന്ന് പെട്ടോണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനഞ്ഞ പടക്കമാണോ അതോ വെറുതെ വേണ്ടിയിട്ട് ലൈക്ക് വെളുവെളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുടെ ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ട്. ലൈക്ക് മീശ പഠിക്കും എന്ന് പറഞ്ഞു, തൊട്ട് മിനിറ്റ് തന്നെ അത് മാറ്റി പറഞ്ഞു. അങ്ങനെ സിജോ പറഞ്ഞപ്പോൾ അങ്ങനെ പെടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ബിഗ് ബോസ് വിട്ട് പോകുമെന്ന് പറഞ്ഞു. ഇന്നലെ പെട്ടിയും തൂക്കി പോകാൻ പോയി, ഒരൊറ്റ മനുഷ്യ കുഞ്ഞുങ്ങൾ നോക്കിയില്ല. പെട്ടി എടുത്തെടുത്ത് വെയിറ്റ് ചെയ്തിരുന്ന് അത് ഞാൻ ഉറങ്ങിപ്പോയപ്പോൾ കൺഫെഷൻ റൂമിലോട്ടും ബിഗ് ബോസ് വിളിച്ചില്ല. മാത്രമല്ല ഉറങ്ങുന്നതിന് ഫൈനായിട്ടുള്ള അലാറം അടിക്കുകയും ചെയ്തു. സോ ഞെട്ടിമാമ കുട്ടിമാമ എന്നുള്ള ഒരു അവസ്ഥയിൽ എന്തായി, എല്ലാവരെയും അവർക്ക് ഒരു ബോധറേഷനേ ഇല്ല. ആ ഒരു കണ്ടസ്റ്റൻസിന്റെ ആ ഒരു മൈൻഡ്സെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആൾ തിരിച്ചു വന്നിരുന്ന് കഴിഞ്ഞിട്ടും പുള്ളി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പേഴ്സണൽ കാര്യങ്ങൾ. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന കണ്ടസ്റ്റൻസ്, പുറത്തുള്ള ഫാൻ ബേസ് ആണെങ്കിലും PR ആണെങ്കിലും ആരാണെങ്കിലും കണ്ടസ്റ്റന്റ് ആരാണോ അവരെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാം. അതിനും ഒരു ലെവലുണ്ട്. ലൈഫ് വെച്ച് ആരുടെയും കളിക്കരുത്. സീസൺ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും എല്ലാവർക്കും ലൈഫുള്ളതാണ്. അപ്പം വൈഫിനെ പറ്റി സംസാരിച്ചു. അതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം പാരൻസിനെയോ ഫാമിലീസിനെ ഒന്നും ഗെയിംസിൻ്റെ ഇടയിൽ എത്ര വലിയ മെൻ്റലി ഇതാണെന്നൊക്കെ പറഞ്ഞാലും എടുത്തിടാൻ പാടില്ലാത്തതാണ്. അപ്പോൾ വൈഫിനെ പറ്റി സംസാരിച്ചു. പക്ഷേ എനിക്ക് ചിരി വന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ എന്നോട് ചോദിക്കാതെ വന്ന് കെട്ടിപ്പിടിച്ചു. നാളെ ഒരിക്കൽ അവൾ ഉമ്മ വച്ചാലോ? ഈ വച്ചാലോ എന്നുള്ള ചോദ്യം, വച്ചാലോ അല്ലെങ്കിൽ വച്ചാലോ, ആ ഒരു ടോൺ ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം പുള്ളിക്ക് വേണമെന്നാണോ അല്ലെങ്കിൽ ചെയ്താലോ എന്നുള്ള പേടിയാണോ, അഥവാ ചെയ്താൽ ഭാര്യ കണ്ടാൽ പ്രശ്നമാവും എന്നുള്ളതാണോ, മൊത്തം കൺഫ്യൂഷനാണ്. പിന്നെ ഞാൻ വളരെ നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, ആർക്ക് വേണേലും എന്നെ ഹഗ് ചെയ്യാം എൻ്റെ പെർമിഷനോട് കൂടി. പക്ഷേ പ്രശ്നമൊന്നുമില്ല. ജാൻമണിയോട് ഞാൻ പറഞ്ഞു ഹഗ് ചെയ്യണമെങ്കിൽ എന്നോട് വാട്ട് ഈസ് ദിസ് ബ്രോ, അയാളും ഒരു മനുഷ്യനല്ലേ, അവരും ഒരു നമ്മളെല്ലാവരും പോലെ തന്നെ അല്ലേ. സോ അയാളൊന്ന് വന്ന് ഹഗ് ചെയ്തു, അയാളൊന്ന് വന്ന് തൊട്ടു നോക്കിയിട്ട് തൻ്റെ എന്ത് തേങ്ങയാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് നിലത്ത് വീഴാൻ പോകുന്നത്. സോ ഭയങ്കര കഷ്ടപ്പാടിൽ നിന്നൊക്കെ വളർന്നു വന്ന ഒരു വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ മിനിമം ആയിട്ടുള്ള ബേസിക് വാല്യൂസും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തത്? ജാൻമണി എന്ന് പറയുന്ന വ്യക്തി ഇതേപോലത്തെ ഒരു സംഭവം കഴിഞ്ഞ തവണയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് വന്നില്ല. ആൾ എൻ്റെ അടുത്താണ് വന്ന് പറഞ്ഞത്. പിന്നെ ആഫ്റ്റർ ദാറ്റ് അവർ ഭയങ്കര ഫ്രണ്ട്സും സംഭവങ്ങളൊക്കെ ആയി. അപ്പോൾ ഞാൻ പാർട്ടിക്കുലർലി എടുത്ത് പറയുന്ന ഒരു സംഭവമാണ്, ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും ഗെയ്സ് ആണെങ്കിലും അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അവരുടെ ബോഡി നീഡ്സിലെ കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ. അവരൊന്ന് വന്ന് തൊട്ടു നോച്ചിട്ടോ, ഒന്ന് ഹഗ് ചെയ്ത് നോച്ചിട്ടോ, അടുത്തിരുന്ന് നോച്ചിട്ടോ നിങ്ങളിലെ ഒന്നും ഇല്ലാതാവാൻ പോകുന്നില്ല. അപ്പോൾ പുരോഗമനവും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കില്ല. ഓക്കെ, അപ്പോൾ രതീഷ് പറഞ്ഞ ശബലമായ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ടെങ്കിലും വാവുണ്ട് പറയുന്നതും പ്രവർത്തിക്കുന്നതും വേറെ തന്നെയാണ്. രതീഷിൻ്റെ ഒരുപാട് അറഞ്ചം കാര്യങ്ങൾ ഇനിയും വരുന്നുള്ള പ്രതീക്ഷയോടുകൂടി ദിസ് ഈസ് സൈനിങ് ഓഫ്. ദേവു, ഗുഡ് വൈബ്സ്. താങ്ക് യു സോ മച്ച്.